ഞങ്ങളിന്ന് പടക്കളം എന്ന സിനിമ കാണാൻ വന്നിരിക്കുന്നുണ്ടാ. മക്കൾ കുറേ ദിവസങ്ങളായി സിനിമ കാണാൻ പോകാമെന്ന് പറയുന്നു. പക്ഷെ അവരതിനിടയ്ക്ക് വെക്കേഷൻ എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ കുറേ ഞാൻ പറഞ്ഞു സിനിമ കാണാൻ പോകാമെന്ന്. അപ്പോൾ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ അതിനിടയ്ക്ക് സിനിമയ്ക്ക് പോയിരുന്നു കേട്ടോ. ഒരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സിനിമയ്ക്ക് പോകണം നിർബന്ധം പറഞ്ഞപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നു. സിനിമ തിയേറ്ററിലെത്തി. സിനിമയ്ക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഹോളിൽ കയറി സീറ്റ് കിട്ടി സെറ്റപ്പായി ഞങ്ങൾ 4 പേര് ഇരിക്കുകയാണ് കേട്ടോ. 7:30 സിനിമ തുടങ്ങുക. ഞാൻ നേരത്തെ എത്തിയിട്ടാണ്. 7:30 സിനിമ തുടങ്ങുക. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് ചിരിക്കാനുള്ള സിനിമയാണ് കേട്ടോ. ടെൻഷനൊക്കെ മാറ്റി കുറേ ചിരിക്കാനുള്ള സിനിമയാണ്. അപ്പോൾ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറവുള്ള സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സിനിമ കഴിഞ്ഞവർക്ക് 2-3 സ്റ്റെപ്പ് ബാക്കിൽ കൂടെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ്. മക്കളും ചേട്ടനും അതിലേ വരുന്നു കേട്ടോ. അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർ വരുന്നുണ്ട്, സിനിമ വിട്ട് പോകുന്നവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ചേട്ടനും പിള്ളേരും വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിമോൾ ഓടി വന്ന കാര്യം പറയാണ്. അവളുടെ കണ്ണട സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വീണു. അച്ഛനെടുത്ത് കൊടുത്തു എന്ന്. കണ്ണട എന്താ വെച്ചാന്ന് വെച്ചാൽ സ്കൂട്ടറിൽ വരുന്ന കാരണം 2 പേരുടെ കണ്ണിൽ പ്രാണി നിൽക്കുന്നുണ്ട്. 2 പേരും നിർബന്ധപൂർവ്വം ചേട്ടൻ കണ്ണട വെപ്പിച്ചതാണ് കേട്ടോ. ചേട്ടൻ സ്കൂട്ടർ എടുത്ത് വന്നു. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണം മോൻ അകന്ന് നിൽക്കണ്ട. അവനെ വീഡിയോ പെടാൻ ഇഷ്ടമില്ലതാണ്. ചേട്ടൻ നിർബന്ധിക്കുന്നത് വേഗം സ്കൂട്ടറിൽ കയറി മഴ പെയ്യുമ്പോൾ വീട്ടിലെത്തണം, തിരക്കടിക്കാം. അപ്പോൾ അവനോട് നിർബന്ധം പറഞ്ഞ് അവനെ സ്കൂട്ടറിൽ കയറി. ഞാനും സ്കൂട്ടറിൽ ഞങ്ങൾ 4 പേരും സിനിമയ്ക്ക് ഈ സ്കൂട്ടറിലാണ് സെറ്റപ്പായിട്ട് പോകാം കേട്ടോ. അപ്പോൾ സ്കൂട്ടറിൽ ഞാനും കയറി മഴയ്ക്ക് മുന്നേ തിരക്കടിച്ചിട്ട് വീട്ടിലെത്താമെന്ന് പറഞ്ഞ് നിൽക്കണം. വീട്ടിലെത്തി 10:30, 10:45, 11 മണിയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ്. ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇന്നത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.